കൂട്ടായ്മ, ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം അവിടെ മലയാളിയെ അവിടെ തലറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി, മതം, കക്ഷി, രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ്. ലോകം കണ്ടതാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പൊ ആ മലയാളിയുടെ ആ ഒരു നന്മ, ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ, നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ്. രണ്ട്, ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും. ദിവസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസിന്റെ പല പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ 25 വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ട് ബോച്ചെ ടീ ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ലഭിക്കുന്നത് ദിവസേന നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട, സിനിമ എടുക്കണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. പക്ഷെ ഇത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയും വ്യത്യസ്തമായ ഈ ബോച്ചെ ഫാൻസിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ വന്നതാണ്. എന്റെ അഭിപ്രായമായിട്ട് തുടങ്ങിയതല്ല. പലരും പറഞ്ഞു, നമ്മൾ കഴിഞ്ഞു പല പ്രളയം, വൈറസ്, കോവിഡ് ഒക്കെ സിനിമയായി. അതൊക്കെ നമ്മുടെ അനുഭവമാണ്, ജനങ്ങൾ അനുഭവിച്ച കാര്യമായതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇതൊരു മെസ്സേജാണ്. ഇതൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ചെയ്തുകൂടെ എന്ന് ഉള്ള അഭിപ്രായം വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് വെറും മിനിഞ്ഞാന്നാണ് ഈ തീരുമാനം എടുത്തത്. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനി ക്വസ്റ്റ്യൻസ് പ്ലീസ്. ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. അപ്പൊ ബ്ലെസ്സി പോസിറ്റീവാണ്. നമുക്ക് നോക്കാം സംസാരിച്ചിട്ട് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ. ഇല്ല, ഞാൻ അഭിനയിക്കില്ല. നമ്മള് അനുഭവിക്കൽ മാത്രമേ ഉള്ളൂ, അഭിനയില്ല. മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ അവരായിട്ട് ഒന്നും സംസാരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. ആദ്യം ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരാ സൂട്ടാവുക? അല്ല, യാത്ര മാത്രമല്ല, ഈ അബ്ദുൾ റഹീമാണ് ഇതിന്റെ. അബ്ദുൾ റഹീമിന്റെ കഥയാണ് അത്. ഇതിനോട് ബന്ധപ്പെട്ട് ഇപ്പൊ സൗദി ജയിലൊക്കെ, ഗൾഫില് പോയിട്ടുള്ളവർക്കും ജയിലിൽ പോയവർക്കും പോയാത്തവർക്കും ഒക്കെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുണ്ട്, ജയിലിൽ പോയില്ല. കുവൈറ്റില് ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം ഇരുന്ന്, അതിന്റെ വേദന കൊണ്ടാണ് നമുക്കറിയാം. ഒരു ദിവസം ഇരുന്നപ്പോഴുള്ള വേദന, അപ്പോഴാണ് ഈ 18 വർഷം നിരപരാധിത അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഇടപെടാൻ കാരണം. അല്ലെ ഗൾഫിലുള്ളവർക്ക് അറിയാം അവിടുത്തെ നിയമം, ജയിലും, അവിടെ ഉണ്ടാവുന്ന അനുഭവങ്ങളും, അല്ലെങ്കിൽ അറബികളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഗൾഫായിട്ട് ബന്ധമുള്ളവർക്ക് അറിയാം. കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, മൂക്കും മുട്ടിക്കും. നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് റിയാലിറ്റീസ്. പിന്നെ ആടുജീവിതം കണ്ടു കാണുമല്ലോ, പത്രക്കാര് സിനിമ കാണാണ്ടിരിക്കില്ല. ആടുജീവിതം ഒക്കെ കാണിച്ചത് അത് ശരിക്കും ഗൾഫിന് ഒപ്പിയെടുത്തിരിക്കുകയാണ്. ശരിക്കും പേരൊന്നും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ യാചകയാത്രയും അബ്ദുൾ റഹീമും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അതിന്റെ
അറബ്സിനെ ടാറടിക്കാന്നുള്ള ഉദ്ദേശിക്കുന്നില്ല. ഒരു രാജ്യത്തിന്റെ ആ സംസ്കാരം എന്താണെന്ന് നമ്മളൊക്കെ അറിയുന്നത് കാണിക്കുന്നു, റിയാലിറ്റി. ഒരുപക്ഷെ മാറ്റം ഉണ്ടായിക്കൂടാന്നില്ല. അതുപോലെ സിനിമകളിലും ഇതൊക്കെ ഒരു മെസ്സേജ് അല്ലേ, അവരും ചിന്തിച്ചുകൂടാന്നില്ല. അപ്പൊ ആദ്യത്തെ വിട്ടിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങളായി. ഇപ്പോഴും തലറുത്ത് കൊല്ലുന്ന സംവിധാനങ്ങളും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വക്കീലും അല്ലെങ്കിൽ വാദങ്ങളും കാര്യങ്ങളും അതിന്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പല അനുഭവങ്ങൾ അവിടെ എനിക്ക് അറിയുന്നവരുണ്ട്. കോടതിയില് അതായത് ഒരു സ്പോൺസർ എന്താണ് എഴുതി കൊടുക്കുന്നത്, അവിടുത്തെ ഒരു ഡ്രൈവറെ കുറിച്ചോ അവിടുത്തെ ഒരു വേലക്കാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമകളെ പോലെയാണ്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യര് ഇപ്പൊ പല രാജ്യത്തും മലയാളികൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടുള്ള സമീപനവും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. ഇവിടെ ഇതൊരു അടിമകളെ പോലെ വാങ്ങുന്ന പോലെയാണ്. അവർ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുക, പിന്നെ ഒരു അടിമയാണ്. ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല, സ്വാതന്ത്ര്യമില്ല. തെറ്റിക്കഴിഞ്ഞാൽ കളവാണോ എന്താണോ അവർ എഴുതി കൊടുക്കുന്നത്, ആ സ്പോൺസർ എഴുതി കൊടുത്താൽ അത് FIR ആവും. ആ FIR കഴിഞ്ഞാൽ കോടതിയിൽ എത്തുന്ന വിധിയും അത് തന്നെ. ഭൂരിപക്ഷം പഠിച്ചു നോക്കിയാൽ കാണാം, വിധി സ്പോൺസർ പറയുന്നതാണ് ജഡ്ജ്മെന്റ്. അത് വിട്ടിട്ട് വാദിക്കാനോ അവിടെ വെരി എക്സ്പെൻസീവ് അഡ്വക്കേറ്റ്സ് ഒക്കെ ഇവിടുത്തെ പോലെയല്ല. അറബിയിൽ എന്തൊക്കെയോ പറയും, ട്രാൻസ്ലേഷനൊക്കെ ഉണ്ടെന്ന് പറയും. നമ്മള് മനസ്സിലായാലും ഇല്ലെങ്കിലും പ്രതി നിന്നിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും, അവിടെ എഴുതിക്കൊണ്ടിരിക്കും. തീരുമാനമാണ്. അല്ലാണ്ട് വാദിച്ച് ജയിച്ചു ഇവിടുത്തെ പോലെ നല്ല വക്കീലിനെ വെച്ച് അതിന്റെ പോയിന്റ്സിലേക്ക് കടന്നിട്ട് ആർഗ്യ ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കുന്ന സംവിധാനങ്ങളൊക്കെ കുറവാണ്. തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളിലും ഓരോ കാലഘട്ടത്തിലാണ് പല മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ വൈ നോട്ട് നല്ല മെസ്സേജുകൾ കൊടുക്കുക, റിയാലിറ്റി. ഇനി അതിനു വേണ്ടി ചെയ്യുന്നതല്ല, ഇത് അബ്ദുൾ റഹീമിന്റെ കഥയാണ്. അതിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഈ സിനിമയിലൂടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് കൂടെ സാധ്യതകളായതുകൊണ്ട് നല്ല തുടങ്ങി വെച്ചത് നല്ല കാര്യം. അതിലൂടെ വന്ന ആ പ്രോജക്റ്റുകളൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ സിനിമ എടുക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല. ഞാൻ രാവിലെ സാധാരണയായിട്ട് ദിവസം കക്കൂസയിൽ ഇരുന്ന് പത്രം വായിക്കും, ഒരു കുപ്പി വെള്ളം ഒഴിക്കും. ഇതാണ് എന്റെ തുടക്കം. അത് പതിവായിട്ടുള്ളതാണ്. അങ്ങനെ ആയാലേ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. അത് ശീലമായിപ്പോയി. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ പത്രം വായിക്കുമ്പോഴാണ് ഇതിൽ കണ്ടത്. ഇതിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കുവൈറ്റില് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാതെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അത് ഇതാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ വേദന അറിയാം. അപ്പോ ഞാൻ നോക്കുമ്പോ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ ഇനി അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ വിളിച്ചു ചോദിച്ചു അവരെ ഇതൊക്കെ ആയിട്ട്. അപ്പൊ 2,40,00,000 രൂപ ആയിട്ടുള്ളൂ. അപ്പോ ഇത്രയും ഡിഫറൻസിൽ ഇത്രയും ദിവസങ്ങളുള്ളൂ. അപ്പൊ തീരുമാനമാണ് അബ്ദുൾ റഹീം വധിക്കപ്പെടും എന്ന് ഉറപ്പായി. അപ്പോഴാണ് ഞാൻ കുറച്ചിങ്ങനെ എല്ലാ ജില്ലയിലും നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളെയൊക്കെ വിളിച്ചു. അവര് ധൈര്യം വന്നു. ഇറങ്ങുക തന്നെ. നമ്മള് പലതും ചെയ്തിട്ടുള്ളതല്ലേ. ഈ കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഇത്ര 812 കിലോമീറ്റർ ഓടാൻ ആ സമയത്തും പലരും എന്നെ നിരുത്സാഹിപ്പിച്ചു. ഇതൊക്കെ നടക്കുന്ന കാര്യം ഈ ചൂടത്ത് മാർച്ചിലും ഏപ്രിലും ഒക്കെ. ഒരു ധൈര്യം ഒരു ആത്മവിശ്വാസം വെച്ചങ്ങ് ഇറങ്ങി ഓടിയെത്തി. അതുപോലെ ഇപ്പൊ ഇറങ്ങുമ്പോഴും ഇത്രയും ഭീമമായ സംഖ്യ ഒന്നും കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, നല്ലൊരു കാര്യത്തിന് കൈ കാണിച്ചാൽ മലയാളികൾ തരും. ഞാൻ ആദ്യമായിട്ടാണ്, എന്നുവരെ പിരിവെടുത്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഇറങ്ങി നടന്നു. അതുപോലെ ഇങ്ങനെ ഓരോ വെച്ചിട്ട് അങ്ങ് ഒരു ധൈര്യത്തിൽ അങ്ങ് ഇറങ്ങി നടന്നു എന്നുള്ളതാണ്. നമ്മൾ ആത്മവിശ്വാസത്തില് നല്ല കാര്യത്തിന് ക്ലിയർ ആയിട്ട് ഇറങ്ങിയ അത് വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. അതിപ്പോ അന്വേഷിക്കുമ്പോ 2-3 രീതിയിലാണ് പറയുന്നത്. 1 മാസം എന്ന് പറയുന്നുണ്ട്. മാക്സിമം സ്പീഡാക്കിയ 2-3 ആഴ്ചയിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും 1 മാസത്തിനുള്ളിൽ സാധാരണഗതിയിൽ എത്തേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു തെറ്റ്. പിന്നെ കാര്യങ്ങളൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. അതിന്റെ ഒരു കോടതിയും കാര്യങ്ങളും ഒക്കെ എന്തായാലും അവിടെ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ അഡ്വക്കേറ്റ് അവിടെ കോർട്ടിനെ ധരിപ്പിച്ചു, കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി അതിന്റെ സ്റ്റെപ്പായിട്ട് നീങ്ങണം. എന്റെ ആഗ്രഹം എല്ലാവരും എന്നല്ല,
നിരപരാധികൾ, നമ്മൾ പറയില്ലേ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഇതില് ഞാൻ നിരപരാധികളെ പലപ്പോഴും ഇതിന് പല സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പല സഹായങ്ങളും ചെയ്തു വരുന്നു. ഇതുപോലെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾ ബിസിനസിന്റെ ലാഭവിഹിതം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് പിരിവെടുക്കുന്നത്. തീർച്ചയായിട്ടും സോഷ്യൽ വർക്ക് എൻ്റെ ഒരു പാഷനാണ്. മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം വിരിയിക്കാനും ആ സന്തോഷം കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ആ സന്തോഷം എനിക്ക് വളരെ വലുതാണ് ഇതിലൂടെ കിട്ടുന്നത്. മറ്റുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചൊരു എവർലാസ്റ്റിംഗ് റിയാലിറ്റി, റിയൽ ഹാപ്പിനെസ് ലഭിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അപ്പോ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. സ്നേഹം കൂടിയിട്ടുണ്ട്. സാധാരണ കാണുമ്പോൾ സെൽഫി എടുക്കലും കൈ കാണിക്കലും ഒക്കെയുള്ള ഇതാണ്. ഇപ്പൊ ഷെയ്ഖിന്റെ പകരം കെട്ടിപ്പിടിക്കല ഉമ്മ വെക്കലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട്. സ്നേഹം ഉണ്ട്. അത് ആ ഒരു പോസിറ്റീവ് എനർജി അത് കാണിക്കാൻ വേണ്ടിയല്ല, ഫ്രം ദ ഹാർട്ട് എന്നുള്ള ആ സ്നേഹം നമുക്ക് മനസ്സിലാവും ജനങ്ങളെ വഴിയിൽ കാണുമ്പോൾ. അതൊക്കെ വലിയ സുഖമല്ലേ, പൈസ കൊടുത്താൽ കിട്ടാത്തതല്ലേ ആ റിയൽ സ്നേഹം എന്നുള്ളത്. വലിയ ഇതാണ്. പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്യുന്നത്. പലരും ഇങ്ങനെ ജോയിന്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് കേട്ടറിഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം, ജോയിന്റ് വെഞ്ചറായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് ഒന്നും അറിയില്ല. ഇത് ജസ്റ്റ് ഒരു ആഗ്രഹം വന്നു, പലരും അഭിപ്രായം പറഞ്ഞു, എന്നാ ശരി നോക്കാം, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണേ ഞാൻ 10 വർഷം ഓടിയില്ലേ ഈ വേൾഡ് റെക്കോർഡ് ഇതൊക്കെ ആയിട്ട്. ആ സമയത്താണ് ഫേസ്ബുക്കിലൊക്കെ 10-24 ലക്ഷം ഫോളോവേഴ്സും പിന്നെ ഫാൻസും ഇതൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സമയം തൊട്ടേ ഞാൻ ഇന്നിപ്പോ ഒരു മന്ത്രി ആയിട്ടുണ്ടാവും മിനിമം. പക്ഷെ ഞാൻ വോട്ട് പോലും ചെയ്യാത്ത എനിക്ക് എന്റെ ജാതി, മനുഷ്യജാതി, മതം, സ്നേഹമതം വോട്ട് ചെയ്തിട്ടില്ല. എല്ലാവരുമായിട്ടും നല്ല അടുപ്പ. എനിക്കൊരു പക്ഷഭേദമൊന്നും ഇല്ല. ഐ എം ഫ്രീ ഫ്രം ദീസ് ഓൾ ദ തിങ്സ്. ഇങ്ങനത്തെ വികാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് ഇതുപോലെയുള്ള സർവീസും ബിസിനസ്സും അത്യാവശ്യം കാര്യങ്ങളും ജീവിതം അങ്ങനെ ഒരു ആംഗിളിൽ എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ്. വോട്ട് ചെയ്യാത്ത തെറ്റാണ്. പല ദുശീലങ്ങളിൽ ഒരു ദുശീലം എന്ന് പറയാം. മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ വേണ്ടേ, എന്താ നിങ്ങൾക്കുള്ള ഒരു ദുശീലം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാവുന്ന 2 വേണ്ടേ? ഇല്ല, ഒന്നും സംസാരിച്ചത് ഇതാണ്. സാധാരണഗതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ തള്ളി താഴെ ഇടുമെന്നല്ല. അതിപ്പോ കുറച്ചൊക്കെ ഉണ്ടാവും. മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പുള്ള 100% സപ്പോർട്ട് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോ കുറച്ച് പേരൊക്കെ മാറിക്കോണം. അത് പിന്നെ എന്താ വെച്ചാൽ ഈ ബിസിനസ്മാൻ ആവുമ്പോ നമുക്ക് 100% സപ്പോർട്ട് കിട്ടില്ല. വ്യക്തിപരമായിട്ട് എന്നോട് വൈരാഗ്യമോ ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ പോലും പല പല ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ അവിടെയൊക്കെ ശത്രുക്കൾ കൂടി വരുന്നതായിട്ട് കാണും. അപ്പൊ നമ്മള് ഒരു ബിസിനസ്സും ചെയ്യാതിരുന്നാൽ ചിലപ്പോ ഒരു പക്ഷെ വൈരാഗ്യങ്ങൾ കുറയും. പക്ഷെ അപ്പോഴും പ്രശ്നം ഉണ്ടാവും. ചിലപ്പോ ഒരു പണിയെടുക്കാണ്ട് ഒരു ബിസിനസ് ചെയ്യാണ്ടിരിക്കും, ആ തെണ്ടി ഒരു പണിയില്ലാണ്ട് തെണ്ടി കൊണ്ട് നടക്കണില്ലേ എന്ന് പറയും. അപ്പോഴും പറയും അതിന് 2 വശം ഉണ്ടാവും. അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അതിൽ പോകാനേ പറ്റുള്ളൂ. എന്നിട്ട് എല്ലാവരെയും ഒപ്പീനിയനും സപ്പോർട്ട് എടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആർക്കും ഈ ലോകത്ത് സാധിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത്. അതെ, നിമിഷപ്രിയ